അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്ര? അപ്പൊ ഇതില് 44 സാധനങ്ങളാണ് വിറ്റത്. ലാഭമായിട്ട് കിട്ടിയത് എത്രയാണ്? ഇതേപോലെയുള്ള 11 സാധനങ്ങളുടെ മുടക്കുമുതൽ. അപ്പൊ മുടക്കുമുതൽ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. ഇനി വിറ്റപ്പോൾ എന്നുള്ള അതിൽ നിന്ന് നമുക്ക് വിറ്റ വില അഥവാ സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ഒരു സാധനം എടുക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞു 44 സാധനങ്ങൾ വിറ്റു. അത് എത്ര രൂപയ്ക്കായിരിക്കും വിറ്റത്? 44 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, അത്ര രൂപയ്ക്കായിരിക്കും വിറ്റത്. ഇനി ലാഭം കിട്ടി. ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലാഭം എന്ന് പറയുന്നാൽ എന്താണ്? അതിന്റെ കോസ്റ്റ് പ്രൈസിനോട് അധികം എന്ത് കിട്ടുന്നോ അതാണ് ലാഭം. അപ്പോൾ 44 എണ്ണം വിറ്റാൽ 44 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് പ്ലസ് എക്സ്ട്രാ ആയിട്ട് എന്ത് കിട്ടുന്നോ അതാണ് ലാഭം. ആ ലാഭം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 44 സാധനം വിറ്റപ്പോൾ കിട്ടിയ ലാഭം എന്താണ്? 11 സാധനങ്ങളുടെ മുടക്കുമുതലാണ്. അപ്പൊ ഈ എക്സ്ട്രാ ആയിട്ട് കിട്ടിയ ലാഭം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 11 സാധനങ്ങളുടെ മുടക്കുമുതൽ അഥവാ കോസ്റ്റ് പ്രൈസ് ആണ് ലാഭം. അപ്പൊ 44 എണ്ണത്തിന്റെ വിറ്റ വില എന്തിനു തുല്യമാണ്? 44 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് പ്ലസ് ലാഭമായ 11 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ്, അതായത് 55 കോസ്റ്റ് പ്രൈസിന് തുല്യമാണ്. എന്ത്? 44 എണ്ണം വിറ്റ വില. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 44 എണ്ണം വിറ്റ വില ഈക്വൽ ടു 55 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ്. ഇതിൽ നിന്ന് നമുക്ക് നമ്പറിനെ രണ്ടിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എസ് പി അവിടെ വെക്കുന്നു, സി പി താഴേക്ക് വരുന്നു. എസ് പി ബൈ സി പി ഈക്വൽ ടു 55/44. അപ്പൊ എസ് പിയും സി പിയും തമ്മിലുള്ള ബന്ധം എന്താണ്? 55/44 ആണ്. അതിന് നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ എസ് പി 55 ആകുമ്പോൾ സി പി 44 ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 55 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 44 ആയിരിക്കും. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് ലാഭമാണ്. അപ്പൊ 55 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? കോസ്റ്റ് പ്രൈസ് പ്ലസ് ലാഭത്തിന് തുല്യമാണ്. അപ്പൊ ലാഭം എത്രയാണെന്ന് കിട്ടി? 55-ൽ നിന്ന് 44 പോയാൽ 11 ആണ് ലാഭം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയതൊക്കെ ഒന്നുകൂടി എഴുതാം. സെല്ലിംഗ് പ്രൈസ് 55 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 44 ആയിരിക്കും, ലാഭം പ്രോഫിറ്റ് 11 ആയിരിക്കും. അപ്പൊ ലാഭം 11 ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് ലാഭശതമാനമാണ്. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനമാണ് 11 ലാഭം എന്ന് കണ്ടുപിടിച്ചാൽ ലാഭശതമാനം കിട്ടി. അപ്പൊ 44-ന്റെ എക്സ് ശതമാനമാണ് 11 എന്ന് വിചാരിക്കുക. എക്സ് അവിടെ തന്നെ വെക്കുക, ബാക്കി അങ്ങോട്ട് കൊണ്ടുപോകാം. 11-ന്റെ 100 താഴെയുള്ളത് മേലേക്ക് വരും, 44 മേലുള്ളത് താഴേക്കും വരും, ബൈ 44. അപ്പൊ ഇവിടെ 4 11, ഇവിടെ ഒരു 11. 100/4 എന്ന് പറയുമ്പോൾ 25% എക്സിന്റെ വില. അപ്പൊ ലാഭശതമാനം എത്രയാണ്? 25 ആണ്.